പല്ലിശ്ശേരി നമുക്കൊപ്പം ചേരുന്നുണ്ട്, സിനിമാ നിരൂപകൻ. ശ്രീ പല്ലിശ്ശേരി, മല്ലിക സുകുമാരന് കൃത്യമായ ചില നിലപാടുകളുണ്ട്. അതായത് അമ്മയ്ക്ക് ഒരു പുതിയ നേതൃത്വം വന്നത് അവരിൽ പ്രതീക്ഷയുണ്ട്, പക്ഷേ അവരിൽ ചില തിരുത്തേണ്ട രീതികളും ശൈലികളും ഉണ്ട് എന്ന് മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. അതിലൊന്ന് ഇക്കാര്യത്തിൽ അതിജീവിതയെ തിരിച്ചെടുക്കുന്നതിൽ സുവ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിയണമെന്ന വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ മല്ലിക സുകുമാരൻ്റേത് ഒരു ഒറ്റപ്പെട്ട ശബ്ദമാണോ? ഇതൊരു സംഘടനയിലെ പൊതുവാദമായി ഇത് മാറുവാൻ സാധ്യതയുണ്ടോ? അല്ല, മല്ലിക ചേച്ചി പറഞ്ഞത് സത്യമായ കാര്യമാണ്. അതിനേക്കാൾ സംഭവങ്ങളാണ് ആ സംഘടനയ്ക്കുള്ളത്. ഒന്നാമത്, ഈ തെരഞ്ഞെടുപ്പ് നടന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ പരസ്പരം ചെളി വാരി എറിഞ്ഞിരുന്നു. അതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു. ഒന്ന്, ശ്വേതാ മേനോനെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ ഒരാള് കോടതിയിൽ പോയിട്ട് വാറണ്ട് വാങ്ങിയിട്ടുള്ളത്. അതിനെ തുടർന്ന് പിന്നെ സ്റ്റേ വന്നു. ഇതിന്റെ പേരിൽ ശ്വേതയോട് അനുകമ്പയുണ്ടായി, തെരഞ്ഞെടുപ്പ് വന്നു. മറ്റൊന്ന്, ഇവിടെ മീറ്റു ഉള്ള കാലഘട്ടത്തിലാണ് ഈ നടികളുടെ പ്രശ്നങ്ങൾ പറയാനും അത് പരിഹരിക്കാനും വേണ്ടി മോഹൻലാൽ അടക്കമുള്ള കമ്മിറ്റി ഉള്ളപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ സ്ത്രീകളായിരുന്നു, 3 സ്ത്രീകളാണ് അതിലുണ്ടായിരുന്നത്. അതിൽ കുക്കു പരമേശ്വരൻ ഒരാളായിരുന്നു, KPS ലളിത രണ്ടാമത്തെ ഒരാളായിരുന്നു, പൊന്നമ്മ ബാബു മൂന്നാമത്തെ ആൾ. ഈ 3 പേരുമാണ് അന്ന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കമ്മിറ്റി ഉണ്ടാക്കിയത് സത്യമാണ്. മോഹൻലാൽ അടക്കമുള്ള ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ നിഷേധിച്ചാലും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് കുറച്ച് നടികളെ ഈ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയൂ, ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാം. ഇത് സത്യമാണെന്ന് വെച്ച് പല നടികളും അവർക്ക് ഉണ്ടായ തിക്താനുഭവങ്ങൾ തുറന്നു പറഞ്ഞു. പക്ഷേ അവരുടെ മുന്നില് ഈ കുക്കു പരമേശ്വരൻ അടക്കമുള്ളവരുടെ മുന്നിലുള്ള കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല എന്നാ പറഞ്ഞു കേട്ടു. കാരണം അവർ ഉദ്ദേശിച്ച ഒരു നടനെ കുറിച്ച് ഇവര് പറയുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അതിനുശേഷമാണ് ശ്വേത കമ്മിറ്റി വന്നത്, അഡ്വക്കേറ്റ് ജഡ്ജസിന്റെ ക്യാമ കമ്മിറ്റി വന്നത്. ആ കമ്മിറ്റി മുന്നിൽ ഈ സാധനം കൊണ്ടുവരുന്നത്. പക്ഷെ ഇവരത് 2 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ് അന്ന് അത് പങ്കെടുത്തത്. പല്ലിശ്ശേരി, താങ്കൾ ദയവായും തുടരുക. നമുക്ക് മല്ലിക സുകുമാരന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രതികരണം കൂടി ഒന്ന് കേട്ട ശേഷം താങ്കളിലേക്ക് വരാം. മേജർ രവിക്കെതിരെ കൂടി മല്ലിക സുകുമാരന്റെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. രാജ്യസ്നേഹിയായ പട്ടാളക്കാരൻ ആദ്യം സത്യം പറയാൻ പഠിക്കണം, ചാടി പാർട്ടി മാറിയാൽ ക്വാളിറ്റി ഉണ്ടാകില്ല എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. മേജർ രവി ഈ വിഷയത്തിൽ, എമ്പുരാൻ വിഷയത്തിൽ നടത്തിയ ചില പ്രതികരണങ്ങളാണ് മല്ലിക സുകുമാരനെ ചൊടിപ്പിച്ചത്. ആ വാക്കുകളിലേക്ക്. ചുമ്മാതെ ഇതപ്പോൾ കാണാം, സിനിമയെന്ന് തന്നെ ഒരാള് അങ്ങനെയാണ്, ഞാൻ പേര് പറയാതെ അറിയാമല്ലോ, കഷ്ടമാണ്, എൻ്റെ പോക്കറ്റ് ഇരിപ്പുണ്ട് മാപ്പഴി തന്നത്. എനിക്കത് കേട്ടപ്പോൾ സത്യത്തിൽ പുച്ഛമാണ് തോന്നിയത്. ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, എന്തിനാണ് ഈ മനുഷ്യനെ ആളായത്? എനിക്കിപ്പോഴും അയ്യോ, എൻ്റെ പട്ടാളക്കാരുടെ ഗ്രൂപ്പിനകത്ത് എല്ലാവരും ചോദിക്കുന്നു എന്തോന്നാന്നൊക്കെ. ഏത് പട്ടാള ഗ്രൂപ്പ്? ആ ഗ്രൂപ്പിലൊക്കെ എൻ്റെ മക്കളും ഉണ്ട്, സൈനിക സ്കൂളിൽ പഠിച്ചവരാ. അപ്പം ഇദ്ദേഹം ഒരു കഥയെ ഉണ്ടാക്കി. ഒരാൾ പറയാണ് പൃഥ്വിരാജ് ഇത് മോഹൻലാൽ ഇത് കണ്ടില്ല, പൃഥ്വിരാജ് എഴുതി ചേർത്തത് സ്ക്രിപ്റ്റിൽ. അത്രയ്ക്ക് പറയാൻ മാത്രമുള്ള മഹാത്മ്യമുള്ളൊരു മനുഷ്യനാണോ ഇയാൾ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഒരു രാജ്യസ്നേഹിയായ ഒരു പട്ടാളക്കാരൻ ആദ്യം പഠിക്കേണ്ടത് സത്യം പറയാനാണ്. കുറച്ച് അതെന്താ അറിയാമോ അത് വരാത്തത്? ഇപ്പം ചാടി പാർട്ടി മാറിയാൽ അതൊക്കെ പോകും, ആ ക്വാളിറ്റീസൊക്കെ അങ്ങ് പോകും. ആദ്യം കോൺഗ്രസ് കിട്ടി, അത് അവിടുന്ന് ഏതാണ്ടൊക്കെ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ, അതെല്ലാം കൂടെ അടുത്ത സർക്കാർ വന്ന് BJP സർക്കാർ ഇതിൻ്റെ അടുത്തോട്ട് പോകുമെന്ന് പേടി. അപ്പോൾ ചുമ്മാ ഇരിക്കുന്ന മനുഷ്യരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഇതൊന്നും ചെയ്യാൻ പോകരുത്. ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. മോഹൻലാൽ ലോക പ്രശസ്തരായ ഒരു കലാകാരനെ അംഗീകരിക്കാൻ ദൈവം തീരുമാനിച്ചത് ഇവരെല്ലാം കൂടെ ആണോ ഇത് കൊടുക്കുന്നത്? അതങ്ങനെ ചിന്തിക്കുന്നവർ കുറച്ച് പേരുണ്ട്. ഞങ്ങളുടെയൊക്കെ കൂടെ നടക്കാൻ കുറച്ച് ആൾക്കാർ വേണ്ടി വരും, അത്രയും വലിയൊരു കലാകാരൻ, അതൊക്കെ നല്ല കാര്യം. പക്ഷേ അവരുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇതെല്ലാം കിട്ടുന്നത് എന്നുള്ള മട്ടിൽ നമ്മളോട് പറയുക, അപ്പുറത്ത് ചെയ്തിട്ട് സൂക്ഷിക്കണം ഇങ്ങനെയാന്ന് പറയുക. അതൊക്കെ ഒരു സ്വഭാവഹത്യ സ്വയം ചെയ്യുന്നു അല്ലാതെ. ഇതാണ് മല്ലിക സുകുമാരന്റെ വാക്കുകൾ. മേജർ രവിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണ്. ഈ എമ്പുരാൻ വിഷയത്തിൽ പ്രതികരണം നടത്തിയതാണ്. മേജർ രവി തന്നെ നമുക്കൊപ്പം ചെയ്യുന്നു. സ്വാഗതം ശ്രീ മേജർ രവി. താങ്കൾ കേട്ട് കാണും മല്ലിക സുകുമാരന്റെ വിമർശനം. താങ്കൾക്കെതിരെ വലിയൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആദ്യ പ്രതികരണം എങ്ങനെയാണ്? എനിക്ക് വളരെ റെസ്പെക്ട് എല്ലാം ഉണ്ട്. പക്ഷെ ആദ്യം ഫാക്ടുകൾ മനസ്സിലാക്കുക. പാർട്ടിയുടെ കാര്യം പറയട്ടെ. ചാടി പാർട്ടി മാറുന്നു. എനിക്ക് ഒരു തന്തയാണ്, അതിപ്പോ പറയുന്നതിന് സോറി, ഇങ്ങനെ പറയുന്നതിൽ
ഏതെങ്കിലും സ്ഥലത്ത് ഇന്ത്യ മഹാരാജ്യത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഞാൻ മെമ്പർ ആയിരുന്നു എന്നുള്ളത് ഇവർ പറയുകയാണെങ്കിൽ അന്ന് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നില്ല. അന്ന് അവർ പറയുന്നത് ഞാൻ കേൾക്കും. ഓക്കെ, നമ്പർ 1 അത് പ്രൂവ് ചെയ്യണം. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ, കോൺഗ്രസിന്റെ അതൊക്കെ പറഞ്ഞ് ചാടിയല്ലോ, എന്നെ കോൺഗ്രസ്സുകാർ പല സ്ഥലത്തും വിളിച്ച് ആദരിച്ചിട്ടുണ്ട്. ആ സ്റ്റേജുകളിൽ പോയത് ഞാൻ കോൺഗ്രസ്സുകാരനായി എന്നുള്ള പറയുന്നതിൽ അപ്പൊ അത് വിവരദോഷം. ഓക്കെ, അല്പജ്ഞാനം കൊണ്ട് ഇതുപോലെ വല്ലവരെയും ബ്ലെയിം ചെയ്തത്. പിന്നെ എന്റെ പട്ടാളക്കാരന്റെ രാജ്യസ്നേഹം അളക്കാനുള്ള ഒന്നും മല്ലിച്ചേച്ചി ആയിട്ടില്ല. സോറി. ഇപ്പൊ മക്കള് സൈനിക് സ്കൂൾ പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ആയിരിക്കാം. സൈനിക് സ്കൂളിൽ എത്രയോ ആൾക്കാർ പഠിക്കുന്നുണ്ട്. പക്ഷെ പട്ടാളക്കാരനായിട്ട് ചേർന്നിട്ടുള്ള എന്നെ കുറിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഈ ഹേമ കമ്മീഷൻ എന്തിനാണ് ഇപ്പൊ എന്നെ പറ്റി റെഫർ ചെയ്തിരിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ എംപുരാൻ വിവാദം എന്ന് പറഞ്ഞ് പിന്നെ അതും പറഞ്ഞു. എംപുരാൻ വിവാദത്തിൽ ഞാൻ എന്ത് പറഞ്ഞു? പടം കണ്ട് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ തന്നെ പറയുള്ളൂ. അതുപോലെ ഇത്രയും വർഗവിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു സിനിമ സബ്ജക്ട് ആയിരുന്നു എന്നുള്ളത് അത് ഞാൻ ഓരോന്നിറന്നങ്ങ് എടുത്തങ്ങ് പരസ്യമായിട്ടങ്ങ് പറയാൻ തുടങ്ങിയാൽ ഈ സിനിമയായിട്ട് ആദ്യം തുടക്കത്തിൽ തന്നെ പോയിട്ട് ഒരു ചാനൽ വ്യക്തിയോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞില്ലേ ഇത് പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് 1 വർഷം മുന്നേ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പ്രൂഫായിട്ട് പറയുന്നു, ഇനിയും പറയുന്നുണ്ട്. മോഹൻലാൽ പടം കണ്ടിട്ടില്ല. അതിന് നിങ്ങൾ എവിടെ കിടന്ന് നെലിയും വിളിയും കൂട്ടിയാലും ശരി ഒന്നും ഇതൊന്നും നടക്കില്ല. പിന്നെ ഞാൻ ആദ്യം ഇവരെല്ലാം കൂടെ പോയിട്ട് കഥ പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ വക്താവിന്റെ റിയാക്ഷൻ പോലും വേണമെങ്കിൽ അത് എൻ്റെ അടുത്തുണ്ട്. അത് വേണമെങ്കിൽ ഞാനത് പറയാൻ വേണ്ട, അത് വിട്ടേക്കും. കാരണം ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഇനി മല്ലിക ചേച്ചി എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിലും നിങ്ങൾ ആരും എന്നെ വിളിക്കരുത്. ബിക്കോസ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്സ് വർത്ത് റിയാക്ടിങ് ടു ഇറ്റ് എന്നുള്ളത്. അതുകൊണ്ട് ഐ എം റിയലി സോറി. ഇതിപ്പോ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചിങ്ങനെ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു പാർട്ടിയുടെ മെമ്പർ അല്ലായിരുന്നു. ആദ്യമായിട്ട് എനിക്കൊരു മെമ്പർഷിപ്പ് കിട്ടുന്നത് BJPയുടെയാണ്. അത് കിട്ടിയത് അന്തസ്സായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. വിത്ത് മെമ്പർഷിപ്പും വൈസ് പ്രസിഡന്റ് സ്ഥാനമായിട്ടാണ് വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഇന്നേ വരെ എൻ്റെ അടുത്തില്ല. അതുപോലെ തന്നെ വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇല്ല എൻ്റെ അടുത്ത്. പക്ഷെ കോൺഗ്രസിന്റെ നല്ല ബന്ധമായിരുന്നു. പലരുമായിട്ടും പട്ടാമ്പി വെച്ചിട്ടും എന്നെ ആദരിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലും എന്നെ ആദരിച്ചിട്ടുണ്ട്. ആ ആദരിക്കാൻ കോൺഗ്രസ് പാർട്ടി എന്നെ അതിന് അങ്ങനെ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സല്യൂട്ടിങ് ദാറ്റ് പാർട്ടി. ബട്ട് ഐ വാസ് നോട്ട് എ മെമ്പർ ഓഫ് ഇറ്റ്. പിന്നെ മെമ്പർഷിപ്പ് തന്നിട്ടുള്ളതും പാർട്ടിയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടുള്ള നദ്ദാജിയുടെ കയ്യിൽ നിന്നാണ് എനിക്ക് BJPയുടെ മെമ്പർഷിപ്പ് കിട്ടിയിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ പ്രൊപ്പഗണ്ട വല്ലവരും പറയുന്നതും കേട്ടിട്ട് മല്ലിക ചേച്ചി ഒന്നും പറയരുതെന്നുള്ളതൊന്ന് പറഞ്ഞേക്കും. ഞാൻ ഒരു പാർട്ടിയിലും ചാടിയിട്ടില്ല. ഇനി ഞാൻ ചാടാനായിട്ട് പോകുന്നില്ല. പക്ഷെ ഉണ്ടെങ്കിലും ഈ BJPയുടെ അലയൻസുമായിട്ടല്ലാതെ വേറെ ഒരു സംഭവത്തിലും ഞാൻ ഉണ്ടാവില്ല. ഇല്ലേ, പാർട്ടിയില്ലാതെ ഞാൻ വീട്ടിലിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിന് ഞാൻ അതുപോലെ മറുപടി കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇറ്റ് വിൽ ബി വെരി അൺപ്ലസന്റ്. ആ ചേച്ചിയോടുള്ള വിത്ത് ഓൾ ദ റെസ്പെക്ട് ഇനിയെങ്കിലും എന്നെ കുറിച്ച് പറയുന്നത് എന്റെ രാജ്യസ്നേഹം അളക്കാനുള്ളതൊന്നും ചേച്ചി ആയിട്ടില്ല. അതാവുന്ന സമയത്ത് ഞാൻ പറയാം.